ഹായ് ഓൾ. മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 60-ൽ പരം ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. മുൻകാല PSC എക്സാമുകളിൽ സ്ഥിരമായി കണ്ടുവന്നതും ഇനി ഉള്ള എക്സാമുകളിൽ വരുവാൻ സാധ്യതയുമുള്ളതുമായ ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. മലബാർ കലാപം അന്വേഷിക്കുവാൻ ബ്രിട്ടീഷുകാർ ആദ്യം ഏർപ്പെടുത്തിയ കമ്മീഷൻ TL സ്ട്രേഞ്ച് കമ്മീഷൻ. ഈ കമ്മീഷൻ മതം, വർഗീയത എന്നിവയാണ് മലബാർ കലാപത്തിൻ്റെ കാരണം എന്ന റിപ്പോർട്ട് നൽകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1855 മാപ്പിള കലാപകാരികളാൽ മരണപ്പെട്ട മജിസ്ട്രേറ്റ് HV കനോലി. ഭൂപരിഷ്കരണ നിയമം വന്ന വർഷം 1887. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലബാറിലെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പിതാവ് വില്യം ലോഗൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിശാസ്ത്രം, അതിര്, കാലാവസ്ഥ എന്നിവ മലബാർ മാനുവലിൽ എത്രാമത്തെ അധ്യായത്തിലാണ് പ്രതിപാദിക്കുന്നത്? 1-ാം അധ്യായത്തിൽ. മലബാർ മാനുവലിൽ 4 അധ്യായങ്ങളാണ് ആകെയുള്ളത്. ഫസ്റ്റ് ഭൂമിശാസ്ത്രം, അതിര്, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്കൻഡിൽ വടക്കേ മലബാർ, തെക്കേ മലബാർ, ജനം, ഭാഷ, തൊഴിൽ എന്നിവ പ്രതിപാദിക്കപ്പെടുന്നു. തേർഡിൽ മലബാർ ചരിത്രം, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് എന്നിവരുടെ കാലഘട്ടത്തെക്കുറിച്ച് കാണുന്നു. ലാസ്റ്റ് ഫോർത്ത് വൺ ഭൂ ഉടമ ജന്മി കലാപം, നികുതി വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മാനുവലിൽ പരാമർശിക്കപ്പെടുന്ന നദി കോരപ്പുഴ. മാപ്പിള കലാപം അടിച്ചമർത്തുവാൻ രൂപം കൊണ്ട പോലീസ് സേന മലപ്പുറം സ്പെഷ്യൽ പോലീസ്. 1884 വർഷം. 1921 ആയപ്പോഴേക്കും മലബാർ സ്പെഷ്യൽ പോലീസ് എന്നായി മാറി. 1920 നാഗ്പൂരിൽ വെച്ച് നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ C. വിജയരാഘവൻ ആചാരി. മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ അലി മുസ്ലിയാർ, സീതി കോയി തങ്ങൾ, മുഹമ്മദ് ഷാജി. 3 പേരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. മലബാർ കലാപം നടക്കുമ്പോൾ മലബാറിലെ പോലീസ് മേധാവി RH ഹിച്ച്കോക്ക്. സ്ഥിരമായി PSC എക്സാമുകളിൽ വരുന്ന ക്വസ്റ്റ്യനാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. മലബാർ കലാപം നടക്കുമ്പോൾ മലബാർ പോലീസ് സേനയെ ധീരമായി നേരിട്ട വനിത കമ്മത്ത് ചിന്നമ്മ. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 19. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചതാര്? സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട ആകെ അംഗസംഖ്യ 70. വാഗൺ ട്രാജഡി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ. വാഗൺ ട്രാജഡി നടന്ന വാഹന നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, MSMLV 1711. ഹിസ്റ്ററി ഓഫ് മലബാർ റീബില്യൻ ഇൻ 1921 എന്ന പുസ്തകം രചിച്ചത് RH ഹിച്ച്കോക്ക്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായർ. ഇദ്ദേഹം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിക്കപ്പെടുകയും പിന്നീട് ജയിലിൽ കിടന്ന് എഴുതുകയും ചെയ്ത പുസ്തകമാണ് മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കുമാരനാശാൻ രചിച്ച കാവ്യം ദുരവസ്ഥ. മലബാർ കലാപത്തിനു ശേഷമുള്ള 3 തലമുറയുടെ കഥ പറഞ്ഞ ഉറൂബിൻ്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് സ്മരണകൾ എന്ന രചന നിർവഹിച്ചത് M. ഇഷദത്തൻ നമ്പൂതിരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നതിന് ഇടയായ സമ്മേളനം 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പൂക്കോട്ടൂർ യുദ്ധം നടന്നതെന്ന് 1921 ഓഗസ്റ്റ് 26. ഭൂ ഉടമ ജന്മി സമ്പ്രദായം എന്നിവയുടെ ബാക്കി പത്രമാണ് മലബാർ കലാപം എന്ന റിപ്പോർട്ട് സമർപ്പിച്ചതാര്? 1881 ലോഗൻ റിപ്പോർട്ട്. ഇത് സമർപ്പിച്ചത് വില്യം ലോഗൻ. മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? K. കേളപ്പൻ. പയ്യന്നൂർ ഉളിയത്ത് കടവിലാണ് നേതൃത്വം കൊടുത്തത്. ഉപ്പു സത്യാഗ്രഹത്തിൽ മലബാറിലെ കേന്ദ്രസ്ഥലം പയ്യന്നൂർ.
ഈ പറഞ്ഞ ഉളിയത്ത് കടവാണ് ആ സ്ഥലം. മലബാർ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജാഥ ക്യാപ്റ്റൻ കെ കുഞ്ഞിരാമൻ നമ്പ്യാർ. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് കേളപ്പൻ അറസ്റ്റിലായപ്പോൾ അതിനുശേഷം ഉപ്പു സത്യാഗ്രഹം നയിച്ചതാര്? മൊയ്യരത്ത് ശങ്കരൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുക. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഇദ്ദേഹം കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് നിന്ന് കോഴിക്കോടേക്ക് ജാഥ നയിച്ചതാര്? TR കൃഷ്ണസ്വാമി അയ്യർ. മലബാറിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വനിത AV കുട്ടിമാളു അമ്മ. തൻ്റെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമായി ജയിൽ ശിക്ഷ അനുഭവിച്ച മലബാർ കോൺഗ്രസിലെ വനിത AV കുട്ടിമാളു അമ്മ. ഉപ്പു സത്യാഗ്രഹ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? പയ്യന്നൂർ ഉളിയത്ത് കടവ്. ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ നടത്തിയ സമരം മൊറാഴ സമരം 1940 വർഷം. മൊറാഴ സമരത്തിൻ്റെ നേതാവ് KPR ഗോപാലൻ. മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വ്യക്തി KPR ഗോപാലൻ. കമ്മ്യൂണിസ്റ്റുകാരും കർഷകരും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ 1941 നടത്തിയ സമരം. കയ്യൂർ സമരം നടന്ന സ്ഥലം കാസർഗോഡ് ജില്ല. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവർ 4 പേരാണുള്ളത്. മഠത്തിൽ അപ്പു, പൊടവര കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, പള്ളിക്കൽ അബുബക്കർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പുസ്തകം ചിരസ്മരണ. 1942 കീഴരിയൂർ ബോംബ് കേസ് എന്തിൻ്റെ പ്രതിഫലനമാണ്? 1942 ദേശീയ തലത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന സംഭവമാണ് ഈ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത സോഷ്യലിസ്റ്റ് നേതാവ് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ. ഈ പുസ്തകം രചിച്ചത് VA കേശവൻ. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ജന്മിത്തം എന്നിവയ്ക്കെതിരായി 1946 നടന്ന സമരം കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം കൊടുത്തത് AV കുഞ്ഞാമ്പു. കരിവെള്ളൂർ സമര നായിക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ആൻസർ K ദേവയാനി. 1946 നടന്ന മേച്ചിൽ പുല്ലു സമരത്തിൻ്റെ മറ്റൊരു പേര് കണ്ടക്കൈ പുല്ലുപറി സമരം. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം കൊടുത്ത വനിത കണ്ടക്കൈ കുഞ്ഞാക്കാമ. മേച്ചിൽ പുൽ സമരത്തിൻ്റെ മുദ്രാവാക്യം വിത്തിട്ടവൻ വിള കൊയ്യും. തോൽവിറക് സമരം നടന്ന വർഷം 1946, സ്ഥലം കാസർഗോഡ്. തോൽവിറക് സമരത്തിൻ്റെ മറ്റൊരു പേര് ചീമേനി എസ്റ്റേറ്റ് സമരം. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വനിത കാർത്തിയാനി. തോൽവിറക് സമരത്തിൻ്റെ മുദ്രാവാക്യം കാലൻ വന്ന് തടുത്താലും തോലും വിറകും ഞങ്ങളെടുക്കും. കാവുമ്പായി സമരം നടന്ന വർഷം 1946, സ്ഥലം കണ്ണൂർ ജില്ല. കാവുമ്പായി സമരത്തിൻ്റെ മുദ്രാവാക്യം പട്ടിണി മാറ്റാൻ പുനം കൃഷി. മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിക്കൃഷ്ണ മാരാർ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കുള്ള പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? AK ഗോപാലൻ. AK ഗോപാലൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതകഥ.